എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ എന്നോട് ബോട്ടിൽ ആർട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇന്നിപ്പോൾ ഒരു ബോട്ടിൽ ആർട്ടായിട്ട് തന്നെ വന്നത്. 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാതിരുന്നത്. കുട്ടികൾക്കൊക്കെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു തിരക്കൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ ഫ്രീ ആയിട്ട് സമയം കിട്ടുന്ന സമയത്ത് ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്താൽ മാത്രം പോരാ, പിക്ചേഴ്സൊക്കെ അയച്ചു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട് കാണാം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ടേപ്പാണ്. അപ്പോൾ ഇത് മാസ്കിങ് ടേപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ടേപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടേപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടേപ്പാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒട്ടിക്കുക. പിന്നെ ഒരുപോലത്തെ സ്ക്വയർ കട്ട് ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല കട്ട് ചെയ്യുന്നത്, എന്നാലും ഏകദേശം ഒരു പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് സ്ക്വയറിൻ്റെ ആ ഒരു നടുവിലുള്ള ഗ്യാപ്പിലാണ് നമ്മൾ അടുത്ത ഒരു സ്ക്വയർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടിച്ചിട്ട് ഫുള്ളായിട്ട് ഇതേ ഇപ്പോൾ ഫില്ലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഒരു 4 ചെരിച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു അക്രിലിക് പെയിൻറ്റ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പെയിൻറ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ടേപ്പുകൾ പതുക്കെ അടർത്തിയെടുക്കാം. അപ്പോൾ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക, എന്നിട്ട് കൈ കൊണ്ട് ഊരിയെടുക്കുക കേട്ടോ. അപ്പോൾ തെറ്റാതെ കറക്റ്റായിട്ട് ഊരിയെടുക്കുക. നമ്മളിതേ ഫുള്ള് ടേപ്പുകളും ഊരിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ആർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു റെഡിന് പകരം യെല്ലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈറ്റോ, നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാത്തത്. അപ്പോൾ ഇത് ഒരേ ഒരു കളറല്ല ആവശ്യമുള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്തായാലും ടൈം കിട്ടുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരണം. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഹായ് പറയാനൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ കമൻസൊക്കെ റിപ്ലൈ ആക്കിയിട്ട് കുറേ ദിവസമായി, 2-3 ദിവസമായിട്ട് തീരെ റേഞ്ചും ഇല്ല. പിന്നെ കുട്ടികളുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഓരോ തിരക്കുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.